ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 34 അധ്യായം അതിൻ്റെ 19 വാക്യം. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരും തന്നെ അനർത്ഥം ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കാറില്ല. നമ്മുടെ എപ്പോഴുമുള്ള പ്രാർത്ഥന യഹോവേ അനർത്ഥങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്നായിരിക്കും. എന്നാൽ ദൈവവചനം നാം ശരിക്കും പഠിക്കുമ്പോൾ നീതിമാൻ്റെ ജീവിതവും അനർത്ഥവും തമ്മിൽ ബന്ധമുള്ളതായി നാം കാണുന്നു. എന്നാൽ പലപ്പോഴും ഒരു ദൈവഭക്തനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ കുടുംബത്തിലോ എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ പലരും മാറി നിന്ന് അവരെ വിമർശിക്കാറുണ്ട്. എന്നാൽ ശരിക്കും നീതിയോടെ പരമാർത്ഥതയോടെ ജീവിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ഭാരങ്ങൾ കടന്നു വരാം. അതൊരിക്കലും നമ്മെ നശിപ്പിക്കുവാനല്ല, അതിൽ കൂടി പല ദൈവിക പദ്ധതികളും ആ ഭക്തൻ്റെ മേൽ വെളിപ്പെടുത്തുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഇവിടെ ഭക്തനായ ദാവീദ് പറയുന്നത് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവ എല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. നീതിമാൻ ഒരിക്കലും അനർത്ഥത്തിൽ മുടിഞ്ഞു പോകുന്നില്ല. പലപ്പോഴും പല പ്രതിസന്ധികൾ കടന്നു വരുന്നത് നാം ഒരു നീതിമാൻ എന്ന ലോകത്തിന് വെളിപ്പെടുത്തുവാനാണ്. യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അനർത്ഥം എത്ര കാഠിന്യമേറിയതായിരുന്നു. സ്വന്തമെന്ന് പറയുവാൻ സമ്പത്തോ മക്കളോ ആരോഗ്യമോ കുടുംബ ബന്ധത്തിലുള്ള സ്നേഹമോ ഒന്നുമില്ലായിരുന്നു. എന്തിനേറെ സ്നേഹിതന്മാർ പോലും തന്നെ കുറ്റം പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോഴും യോബിന് പറയുവാനുള്ളത് ദൈവം മുൻപാകെ ഞാൻ എൻ്റെ നീതിയെ, എൻ്റെ ഭക്തിയെ തെളിയിക്കും. എൻ്റെ ദേഹം ക്ഷയിച്ചാലും ദേഹസഹിതനായി ഞാൻ ദൈവത്തെ കാണും. പ്രിയരെ, ഇപ്രകാരം ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഉറപ്പോടെ നീതിമാനായി നിൽക്കുവാൻ നമുക്ക് സാധിക്കുമോ? അതേ, ഇയ്യോബ് ദൈവം മുൻപാകെ നീതീകരിക്കപ്പെട്ടവനായി ഭക്തനായി തന്നെ ജീവിച്ചു കാണിച്ചു. അവന് മുമ്പുണ്ടായിരുന്നതൊക്കെയും ഇരട്ടിയായി ദൈവം പകരം കൊടുത്തു. ഹല്ലേലൂയ. ശത്രു സത്താൻ ലജ്ജിച്ചു തല താഴ്ത്തി. അതേ പ്രിയരെ, നമ്മുടെ ഭക്തിയുടെ ഒരു പരിശോധനയായി ഹല്ലേലൂയ ആയിരിക്കും ചിലപ്പോൾ ചില അനർത്ഥങ്ങൾ കടന്നു വരുന്നത്. യോസഫിൻ്റെ ജീവിതം പരിശോധിച്ചാൽ അനർത്ഥങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവൻ പണിയുവാനായി തന്നെ ദൈവകാര്യങ്ങളിലേക്ക് വിട്ടുകൊടുത്തു. എത്ര പ്രതികൂല സാഹചര്യങ്ങൾ കൂടി അവൻ കടന്നുപോയോ അത്രയും ശ്രേഷ്ഠതയും മാന്യതയും പദവിയും ദൈവം അവന് നൽകി. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയെ മാറ്റിക്കിട്ടുവാൻ ദൈവത്തോട് 3 പ്രാവശ്യം അപേക്ഷിച്ചു. എന്നാൽ ദൈവം അവന് കൊടുത്ത മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. പൗലോസ് ദൈവസനെ നിഗളിക്കാതിരിക്കുവാൻ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നൽകി. ആ പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവം ധാരാളം കൃപയും ദൈവശക്തിയും അവന് പകർന്നു നൽകി. പ്രിയരെ, ആരെങ്കിലും ഹല്ലേലൂയ നാളുകളായി ഏതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ പിറുപിറുക്കരുത്. ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ദൈവം തൻ്റെ കൃപയും ശക്തിയും നിനക്ക് പകർന്നു നൽകും. അത് നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ അതിജീവിക്കുവാൻ പ്രാപ്തയാക്കും. ഹല്ലേലൂയ. കൃപമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കില്ല. മെനയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. കഷ്ടത നിന്നെ കരുത്തുറ്റതാക്കും. നിന്റെ ദൈവാശ്രയം വർദ്ധിപ്പിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോബിൻ്റെ പുസ്തകം നാം വായിച്ചാൽ അതിൻ്റെ 4 അധ്യായം അതിൻ്റെ 7 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. ഓർത്തു നോക്കുക, നിർദോഷിയെ നശിച്ചവനാറ്, നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ. ഹല്ലേലൂയ. പ്രിയരെ, ഒരിക്കലും ഹല്ലേലൂയ നിർദോഷിയായ വ്യക്തി നേരുള്ള ഒരു വ്യക്തി എവിടെയും മുടിഞ്ഞു പോയിട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 5 അധ്യായം അതിൻ്റെ 17 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7-ാമത്തേലും തിന്മ നിന്നെ തൊടുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഏതെങ്കിലും കഷ്ടങ്ങൾ കൂടിയാണോ, പ്രതിസന്ധിയിൽ കൂടിയാണോ നീ കടന്നു പോകുന്നത്? ഏതെങ്കിലും അനർത്ഥങ്ങൾ ഒന്നൊന്നായി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു? പ്രയാസപ്പെടേണ്ട കാര്യമില്ല. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7-ാമത്തേലും തിന്മ നിന്നെ തൊടുകയില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിൽ നിന്റെ ആശ്രയം വയ്ക്കുക. ആ ദൈവത്തിൽ ഹല്ലേലൂയ നിന്റെ വിശ്വാസം അർപ്പിക്കുക. വിശ്വസ്തയോടെ ഹല്ലേലൂയ മുന്നേറുവാൻ ദൈവം കൃപ പകരും. നിന്നെ കരുത്തുറ്റതാക്കി തീർക്കും. ഹല്ലേലൂയ. എപ്രകാരം ഒരു പൊന്ന് തീയിൽ കൂടെ കടന്നു പോകുന്നതോ അത്രമാത്രം അത് ശോഭയുള്ളതായി തീരുന്നത് പോലെ എത്ര കഷ്ടതയിൽ കൂടെ നീ കടന്നു പോകുന്നു അത്രയും ഹല്ലേലൂയ നിന്റെ ഭക്തി, നിന്റെ നീതി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ശോഭയുള്ളതായി തീരും. ആ ദൈവകരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. എല്ലാ കഷ്ടതയിലും സന്തോഷിപ്പാൻ ഹല്ലേലൂയ ദൈവം നിന്നെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഗോഡ് ബ്ലസ് യു ആൾ.